ADMന്റെ കേസ് CBIക്ക് കൈമാറണമെന്ന് മഞ്ജുഷ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. ഹൈക്കോടതി തീരുമാനം അടുത്ത ദിവസം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ കേസിൻ്റെ മൊത്തം തെളിവുകളെപ്പറ്റി അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചതിനെ പറ്റിയൊക്കെ വലിയധികം ചർച്ചകൾ ചാനലിലും യൂട്യൂബിലൊക്കെ നടന്നു. ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ എനിക്കുണ്ടായി. ആ സംശയങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അടിവസ്ത്രത്തിൽ ബ്ലഡ് സ്റ്റെയിൻസ് അല്ലെങ്കിൽ ബ്ലഡ് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തില്ല. അതുപോലെ തന്നെ അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്താണ് കാണപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് പല തെറ്റുകളും പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നു. സൂയിസൈഡ് എങ്കിൽ സലൈവ വായുടെ കടവായി കൂടെ ഒഴുകണം. അതേപ്പറ്റി ഡോക്ടർ മൗനം പാലിക്കുന്നു. പോലീസ് പറയുന്നത് ഇത് സൂയിസൈഡാണ്. അപ്പോൾ ആ കാര്യത്തെപ്പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മിണ്ടുന്നില്ല. ആന്തരിക അവയവങ്ങൾ എവിടെ പോയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല. അത് കെമിക്കൽ എക്സാമിനർ ലാബറട്ടറിയിൽ കൊടുക്കേണ്ടതാണ്. അത് മാൻഡേറ്ററിയാണ്. എല്ലാ പോസ്റ്റ്മോർട്ടത്തും ചെയ്യുമ്പോഴും ആത്മഹത്യ ആയാലും ശരി, മർഡർ ആയാലും ശരി, അതിൽ ഡീകമ്പോസ് ബോഡി ആയാലും ശരി, കെമിക്കൽ എക്സാമിനർ ലാബറട്ടറിയിൽ അതിൻ്റെ ബിസറ അയക്കണം. കാരണം ചെറുകുടലും വൻകുടലും ആമാശയൊക്കെ ഉൾപ്പെടുന്ന ആ ഭാഗങ്ങൾ കെമിക്കൽ എക്സാമിനർ ലാബറട്ടറി അയച്ചാൽ അതിനകത്ത് ഫുഡ് ഐറ്റംസ് ഏതാണെന്ന് ഏകദേശം അറിയാം. അതിനകത്ത് വിഷം ചേർന്നിട്ടുണ്ടോ എന്നറിയാം. അതുപോലെ ആഹാരം കഴിച്ചിട്ട് എപ്പോഴാണ് എത്ര മണിക്കൂറിനകം മരിച്ചു എന്നറിയാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന കെമിക്കൽ എക്സാമിനർ ലാബറട്ടറിയിലാണ്. ആ വിസറ ഈ ഡോക്ടർ പ്രിസർവ് ചെയ്തെന്ന് എങ്ങും പറയുന്നില്ല. അപ്പോൾ ആ സാധനം നശിച്ചു അല്ലെങ്കിൽ നശിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. നമുക്കിപ്പം ബോഡി അവൈലബിൾ അല്ല, അത് കത്തിച്ച് കളഞ്ഞു, അതുകൊണ്ട് ഇനി അത് എടുക്കാനും കഴിയില്ല. ലിവറിൽ ഏതെങ്കിലും വിഷാംശങ്ങൾ കയറിയിട്ടുണ്ടോ? ലിവറിൻ്റെ കാര്യമൊന്നും അതിനകത്ത് പറയുന്നില്ല. ബ്രെയിന്, തലച്ചോറിനകത്ത് അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടോ ഇല്ലയോ എന്നും പരിശോധിക്കും സാധാരണഗതിയിൽ. ലിവറിലും അതുപോലെ പരിശോധിക്കും. അത് രണ്ട് ലിവറും അതുപോലെ ബ്രെയിനും പുറത്തെടുത്ത് സ്ലൈസ് ചെയ്ത് ഇഞ്ച് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ബ്ലഡ് ക്ലോട്ട് ഉണ്ടോ ഇല്ലെന്ന് നോക്കും. ഏതെങ്കിലും വിഷാംശം ചെന്നിട്ടുണ്ടോ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലിവറിൽ അറിയാം. അല്ലെങ്കിൽ അത് പ്രത്യേകം പരിശോധനയ്ക്ക് അയക്കണം. ബ്രെയിനകത്ത് എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടർമാർ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് കണ്ടുപിടിക്കുന്നത്. കയ്യിൽ അല്ലെങ്കിൽ ബോഡി സൂക്ഷ്മമായ ഡോക്ടർ പരിശോധിച്ചില്ല എന്ന് തോന്നുന്നു. സിറിഞ്ച് കൊണ്ട് കുത്തി മയക്കി കിടത്തിയിട്ടാണോ ഈ മർഡർ ചെയ്തത്? സിറിഞ്ചിൻ്റെ കുത്തിയ പാട് ചെറിയ പൊട്ട് പോലെ കാണുള്ളൂ. ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചതായിട്ട് അറിവില്ല. തൂങ്ങി നിൽക്കുന്ന ആളിൻ്റെ കാലിലും കൈപ്പത്തിയിലും കാൽപാദത്തിലുമാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കാണുന്നത്. പക്ഷേ ഇവിടെ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞ പ്രതിഭാസം ഉണ്ടായോ ഇല്ല എന്ന് അതേപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. ഒരാളുടെ ബോഡി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പതുക്കെ റിഗർ മോർട്ടിസ് സ്റ്റാർട്ട് ചെയ്യും. 18 മണിക്കൂർ കഴിയുമ്പം അത് പാസ് ഓഫ് ചെയ്യും പോകും. അല്ലെങ്കിൽ 18 മണിക്കൂർ മുതൽ 24 മണിക്കൂറിന് അത് പാസ് ഓഫ് ചെയ്യും. റിഗർ മോർട്ടിസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല. പക്ഷെ വളരെയധികം ഒരു പ്രത്യേകത ഇതിനകത്ത് നോട്ട് ചെയ്തത്, ആ കിടന്നയാൾ മലർന്നു കിടന്നാണ് ഇപ്പോഴാണ് മരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ശരീരത്തിൻ്റെ പിൻവശത്ത് പുറകുവശത്തും കംപ്ലീറ്റ് ഉണ്ട്. അതേസമയത്ത് വേറൊരു പ്രത്യേകത കണ്ടത്, കഴുത്തിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക ഏരിയയിൽ സ്റ്റെയിനിങ്, പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റിയൊക്കെ ഒപ്പീനിയൻ പറയേണ്ട വ്യക്തിയാണ് ഫോറൻസിക് ഡോക്ടർ. ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ എന്തിനാണ് പ്രൊഫസർ അല്ലാതെ മറ്റൊരു അസോസിയേറ്റിനെ കൊണ്ട്, ഒരു അസിസ്റ്റന്റ് ഫോറൻസിക് ഡോക്ടറെ കൊണ്ടും ഒപ്പിടിച്ച് 2 പേരും ഒപ്പിട്ടിട്ടുണ്ട്. ഒരാളുടെ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തതയില്ല എന്ന് വരുത്താനാണോ, അല്ലെങ്കിൽ അത് മറ്റൊരാളോട് ഇരുന്നപ്പം 2 പേരും കൂടെ കൂടി പറയുന്ന എക്സ്പ്ലനേഷൻ കോടതി വിശ്വസിക്കുമെന്ന് കരുതിയിട്ടാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതി വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പല കേസുകളും സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് തെറ്റുപറ്റാം, പോസ്റ്റ്മോർട്ടം ചെയ്ത കാര്യങ്ങളിൽ തെറ്റുപറ്റാം, ആ റിപ്പോർട്ടിനകത്ത് തെറ്റുപറ്റാം,
അപ്പം കോടതിയുടെ ട്രയൽ സമയത്ത് എവിഡൻസ് മറ്റു രീതിയിലും പോസ്റ്റ്മോർട്ടത്തിൻ്റെ എവിഡൻസ് വേറൊരു ഓപ്പോസിറ്റ് രീതിയിലുമാണെങ്കിൽ തെളിവിൻ്റെ ശക്തമായ വിവരങ്ങൾ കോടതിയുടെ കയ്യിലുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തള്ളിക്കളയും. ഒരാളെ കത്തിക്ക് കുത്തിയാണ് കൊന്നത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ന് സാക്ഷികളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് മരണം ഉണ്ടായതെന്നും ഞങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നും രക്തമൊലിച്ചെന്നും അതിൻ്റെ ഷർട്ടും അയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കയ്യിലുണ്ടെന്നും കത്തി കണ്ടെടുത്തിട്ടുണ്ടെന്ന് പോലീസ്, അതിന് ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടെന്നും, പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കത്തിയുടെ കുത്തില്ല എന്ന് വന്നാൽ എന്തു ചെയ്യും? കോടതി തള്ളിക്കളയും. അതുകൊണ്ട് ഇവിടുത്തെ രണ്ട് മഹാന്മാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേപടി കോടതി അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല, ഹൈക്കോടതി അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. അത് മനസ്സിലാക്കണം പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഫോറൻസിക് ഡോക്ടറും. അവരൊക്കെ പറയുന്നത് കൺക്ലൂസീവായ പ്രൂഫാണെന്ന് ഒരിക്കലും ധരിക്കരുത്, അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രണ്ട് FSL ഡോക്ടർമാർ എന്തിനാണ് അതിനകത്ത് ഒപ്പിട്ടതെന്ന് മനസ്സിലാകുന്നില്ല. ADM ധരിച്ചിരുന്ന, ആത്മഹത്യ ചെയ്ത സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഫോറൻസിക് ഡോക്ടർ കണ്ടോ? അത് പരിശോധിച്ചോ? അല്ലെ അത് കൊണ്ടുവരാൻ പോലീസിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടോ? ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഒരു വസ്ത്രം റിമൂവ് ചെയ്തിട്ടുണ്ടാവാം. സാധാരണഗതിയിൽ ആ വസ്ത്രം ധരിപ്പിക്കാം, അല്ലെങ്കിൽ വസ്ത്രം സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ശേഷം ആവശ്യമുള്ള ഭാഗങ്ങൾ കണ്ട ശേഷം അത് മൂടി വസ്ത്രം ശരീരത്തിൽ തന്നെ ഉണ്ടാകാം. ഏതായാലും ബോഡി ഡോക്ടർ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഷർട്ടും അല്ലെങ്കിൽ പാൻറ്റും ഉണ്ടോ എന്ന കാര്യം പറയുന്നില്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 1-2 ഭാഗങ്ങൾ ഡോക്ടർ ഒഴിവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഒഴിവാക്കിയിരിക്കുന്നു. ഈ ADM നവീൻ ബാബുവിൻ്റെ നഖം 10 വിരലിലെ നഖം വെട്ടിമാറ്റിയിട്ടുണ്ടോ? ഒരു പിടിവലി ഉണ്ടായിട്ടുണ്ട്, നഖത്തിനടിയിൽ മറ്റൊരാളുടെ സ്കിന്ന് നഖത്തിനടിയിൽ കയറും, അവിടെ പരിശോധിച്ചിട്ടില്ല. നഖത്തിനടിയിൽ മറ്റൊരാളെ ശ്വാസം മുട്ടുമ്പോൾ ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ ശരീരത്തിൽ മാന്തിയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻസ് നഖത്തിൻ്റെ ഉള്ളിൽ കയറും. അപ്പം നഖം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെട്ടി ഒന്നെങ്കിൽ ഇൻക്വസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ വെട്ടിയെടുക്കണം, അല്ലെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് വെട്ടിയെടുപ്പിക്കണം. ആ നഖം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം. അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടോ, സ്കിന്നിൻ്റെ അംശമുണ്ടോ? സ്കിന്നിൻ്റെ അംശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെയാണെന്ന് DNA മുഖേന നമുക്കറിയാൻ പറ്റും. അതുതന്നെയല്ല, 2 കൈയും സെല്ലോഫോയിൻ ടേപ്പ് വെച്ചിട്ട് ആ കൈക്ക് ഉള്ളിലുള്ള ചെറിയ ചെറിയ ഡസ്റ്റുകൾ, കൈക്കുള്ളിലുള്ള ഓയിൽ സബ്സ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കയറിൻ്റെ ചില അംശങ്ങൾ, ഇതൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെല്ലോഫോയിൻ ഉപയോഗിച്ച് അങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ SHO, അത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ ഡോക്ടർ, ഇതൊക്കെ അജ്ഞാതമാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ. കഴുത്തിൽ ഉപയോഗിച്ച കയറ് 0.5 സെൻറ്റിമീറ്റർ പഴയ ഒരു പ്ലാസ്റ്റിക് കയറാണ്. അതിൽ ഈ ADMൻ്റെ 55 കിലോ വെയിറ്റ് തൂങ്ങുമോ? സാധ്യത വളരെ കുറവാണ്. അത് പോലീസ് പരിശോധിക്കണം, ഇനി ഫോറൻസിക് എക്സ്പെർട്ട് പരിശോധിക്കണം. കാരണം 0.5 ആണ് അതിൻ്റെ തിക്നെസ് പറയുന്നത്. പഴയ ഒരു പ്ലാസ്റ്റിക്കാണ്. അത് എവിടെ നിന്ന് കിട്ടി? ആര് കൊണ്ടുവന്നു? അവിടെ ഉണ്ടായിരുന്നതാണോ? അവിടെ അഴ കെട്ടിയിരുന്നതാണോ? അത് വാങ്ങിച്ച സ്ഥലം എവിടെയാണ്? അത് കണ്ടെത്തണം. ആരാണ് അഴ കെട്ടിയത്? ഇദ്ദേഹത്തിന് മുമ്പുള്ള ഏതെങ്കിലും അവിടെ താമസിച്ച ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണോ അഴ കെട്ടിയത്? ഇതെല്ലാം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആ SHOയ്ക്കുണ്ട്. അതൊന്നും നടത്തിയതായിട്ട് കണ്ടിട്ടില്ല. കഴുത്തിൽ കയറിട്ട് മുറുക്കി അങ്ങനെ കിടന്നാണോ, അൺകോൺഷ്യസ് ആയിട്ടാണോ കെട്ടിത്തൂക്കിയത് എന്ന് വളരെയധികം സംശയം ഈ കേസിനകത്ത് വന്നു കഴിഞ്ഞു. പ്രാഥമികമായുള്ള പരിശോധന ഇത്തരം കാര്യങ്ങൾ എൻ്റെ നോട്ടത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കണം. ഇതിനകത്ത് കൂലങ്കഷമായ ഒരു അന്വേഷണം നടക്കണം. ഏതായാലും പ്രശാന്ത് കൈക്കൂലി കൊടുത്തതിന് തെളിവില്ല എന്ന് വിജിലൻസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം അതിൻ്റെ വാർത്ത വെളിയിലോട്ട് വന്നു. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലെ ഒരാരോപണം ആ ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പബ്ലിക്കായിട്ട് അവിടെ ഉന്നയിക്കുന്നത്? കാരണം പ്രശാന്തിൻ്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ ദിവ്യ. പ്രശാന്ത് പണം കൊടുത്തതായിട്ട് തെളിവില്ല എന്ന് വിജിലൻസുകാർ കണ്ടെത്തുകയും ചെയ്തു. വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള മൈന്യൂട്ടായ ധാരാളം കാര്യങ്ങൾ ഇതുപോലെ കിടപ്പുണ്ട്. പ്രാഥമികമായിട്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ആ വിവരങ്ങൾ പറയുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ
ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർക്കും അത് ഗുണകരമാകും എന്ന് ഞാൻ കരുതുന്നു.